ഫ്രണ്ട്സ്, വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സിമ്പിൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് 2 ടീസ്പൂൺ നിറച്ച് ഉപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കല്ലുപ്പല്ല. കല്ലുപ്പായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ഞാനിത് വൈകിട്ട് രാത്രി എന്ന് വെച്ചാൽ ഒരു 7-8 മണി ആയപ്പോഴാണ് ഞാനിത് ഇങ്ങനെ അരിഞ്ഞ് ഉപ്പും തേച്ച് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുന്നത്. അതൊരു ഹോൾ നൈറ്റ് പുറത്ത് തന്നെ ഇങ്ങനെ അടച്ച് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം തിളപ്പിച്ചാറ്റിയ വെള്ളം എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഞാൻ 6 പിരിയൻ മുളകും 3 നല്ല മുളകും കൂടെ കുതിരാനിട്ടിരുന്നു. 2 മണിക്കൂറൊക്കെ കുതിർത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞ് പേസ്റ്റ് ഇച്ചിരി തരി പോലും കാണരുത്, പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമ്മൾ തലേന്ന് അരിഞ്ഞ് ഉപ്പ് തേച്ച് വെച്ച മാങ്ങ എന്തായി നോക്കാം. അതൊന്ന് അടച്ചു വെച്ചത് തുറന്ന് ഒന്നുകൂടെ ഇളക്കുമ്പോഴത്തേക്കും അതിനിച്ചിരി അത് മാങ്ങായും ഉപ്പും കൂടെയൊക്കെ ഒന്ന് നന്നായിട്ട് മാങ്ങയിൽ ഉപ്പൊക്കെ പിടിച്ച് ഇച്ചിരി അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ഈ പരുവത്തിൽ നമുക്ക് അരച്ചു വെച്ച അരപ്പ് കൂടെ ചേർക്കണം. അരപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. അപ്പം മുളകും ഉപ്പും മാങ്ങയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ഇതിനകത്ത് എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല നമ്മൾ. നല്ലൊരു സൂപ്പർ ഒരു അച്ചാറാണ്. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.